കഴിഞ്ഞ കുറച്ചധികം വീഡിയോസായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട സംസാര വിഷയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ ഫ്രണ്ട്ലി ഗെയിംസ് ആണ്. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കറക്റ്റായിട്ട് മൂന്നാമത്തെ മാച്ചിൻ്റെ ആ ഒരു വീഡിയോയും ബ്ലാസ്റ്റേഴ്സ് പോസ്റ്റ് ചെയ്തു. സോ അതുകൊണ്ടാണ് നമ്മൾ ആ മാച്ചുകളെ പറ്റി നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ രണ്ട് മാച്ചുകളേക്കാൾ കുറച്ചുകൂടി ഡ്യൂറേഷൻ കുറവാണ് ഇത്തവണത്തെ ഒരു മാച്ച് സീക്വൻസ് വരുന്നത്. സോ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലേയേഴ്സിനെ പറ്റിയോ ടാക്ടിക്സിനെ പറ്റിയോ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ പലയിടങ്ങളിലായിട്ട് കാണുന്ന പല കാര്യങ്ങളും കണക്ട് ചെയ്തിട്ട് ഒരു ബേസിക് നോളജ് വെച്ച് ഒരു ബിഗ്ഗർ പിക്ചർ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. സോ ഇവിടെ പ്യുവർലി എൻ്റെ ഒരു വ്യൂസും അതിൽ നിന്ന് വരുന്ന പോസിബിലിറ്റീസിനെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫസ്റ്റ് ചെയ്ത രണ്ട് വീഡിയോസിലും നമ്മൾ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്തതാണ്. സോ ആ ഒരു കാര്യം പ്രത്യേകിച്ചും ഈ ഫുൾ ലെങ്ത് മാച്ചസ് അവൈലബിൾ അല്ലാത്ത സമയത്ത് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്ന ഒരു കമന്റ് കണ്ടത് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ടാക്ടിക്സ് പൊളിയില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഒരു വീഡിയോ കണ്ട് മറ്റ് ISL ടീമുകൾക്ക് ടാക്ടിക്സ് മനസ്സിലാക്കേണ്ട ഗതികേടൊന്നും നിലവിലില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് യൂട്യൂബിൽ പബ്ലിക്കായിട്ട് ഏതൊരു ടീമിനും ഏതൊരു ISL ടീമിനും ഈസിലി കാണാൻ പറ്റുന്ന രീതിയിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പുറത്തു പോകാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതിപ്പോൾ ടാക്ടിക്സ് ആണെങ്കിലും പ്ലേയേഴ്സിൻ്റെ റോളുകളാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതെല്ലാം ഒഴിവാക്കിയിട്ട് മാത്രമേ അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് ടാക്ടിക്സ് ലീക്ക് ആവുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ അമിതമായിട്ട് പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി എന്തായാലും നമ്മൾ നേരെ മാച്ചിലേക്ക് വരാണ്. സോ ഇവിടെ പ്രീ സീസൺ ഫ്രണ്ട്ലി മാച്ചസ് എന്ന് പറയുന്നത് പ്യുവർലി ഈ എക്സ്പെരിമെൻറ്റ്സിനാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറച്ചധികം എക്സ്പെരിമെൻറ്റ്സ് ആണ് ഈ ഒരു മാച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കൂടുതലായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ലൈനപ്പിലേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു ലൈനപ്പ് എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു പ്രോപ്പർ സെൻറ്റർ ഫോർവേഡിനെ കാണുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ പെപ്രയോ ഇഷാൻ പണ്ഡിതയോ ജോഷോ സെറ്റീരിയോ ഒന്നും തുടക്കത്തിലെ ലൈനപ്പിൽ നമ്മൾ കാണുന്നില്ല. സോ നമ്മൾ ആ ഒരു മാച്ച് റിപ്പീറ്റ് ആയിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ മാച്ചിൻ്റെ പല ഇടങ്ങളിലായിട്ട് പ്ലേയേഴ്സിൻ്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ നോവ സദോവിനെയാണ് ഈ ഒരു മാച്ചിൽ സെൻറ്റർ ഫോർവേഡായിട്ട് കളിപ്പിച്ചതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ നോവ സദോവിനെ ഫസ്റ്റ് മാച്ചുകളിൽ ഒരു വിങ്ങറായിട്ട് കണ്ടെങ്കിൽ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ സെൻറ്റർ ഫോർവേഡായിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ആൻഡ് നോവ ഒരു സെൻറ്റർ ഫോർവേഡ് വരുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന കുറച്ച് പോസിബിലിറ്റീസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പെപ്ര വരുന്നുണ്ട്, അപ്പോൾ വിങ്ങിലേക്ക് നോവ തിരിച്ചും വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് എക്സ്പെരിമെൻറ്റ്സ് ആയിട്ട് കണ്ടത് സൈഫിൻ്റെ പൊസിഷൻ ചേഞ്ച് ആണ്. ആദ്യത്തെ ഒരു മാച്ചിൽ ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നത്. എന്നാൽ കളി പുരോഗമിക്കും തോറും സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോൾ ആദ്യത്തെ ഒരു വിങ്ങിൽ ലെഫ്റ്റ് വിങ്ങിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിൽ നമ്മളൊരു മിഡിൽ അതിൻ്റെ പൊസിഷൻ കാണുന്നുണ്ട്. സോ ഒന്നിലധികം പൊസിഷനിൽ സൈഫിനെ ഒരു മാച്ചിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൈസ് മിറാണ്ട അദ്ദേഹം ഒരു വിങ്ങറായിട്ടാണ് നമ്മൾ ഇതുവരെയുള്ള മാച്ചുകളിൽ കണ്ടത്. പക്ഷേ ഈ ഒരു മാച്ചിൽ റൈറ്റിൽ അമാവിയ എന്ന് പറയുന്ന ഒരു വിങ്ങർ ഉണ്ടായിരിക്കെ സെൻറ്ററിൽ നമ്മൾ ബ്രൈസിനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് ഐമൻ കഴിഞ്ഞ രണ്ട് മാച്ചിലും സെൻട്രലിൽ കളിപ്പിച്ച ഐമനെ ഈ ഒരു മാച്ചിൽ വിങ്ങിൽ ലെഫ്റ്റ് വിങ്ങിലാണ് കണ്ടിട്ടുള്ളത്. ആൻഡ് കുറച്ച് സമയങ്ങളിൽ അസറിനെ ഫ്രണ്ടിൽ കണ്ടിരുന്നു. ഒരു സ്ട്രൈക്കേഴ്സിനും വിങ്ങേഴ്സിനും പിറകിലായിട്ട് ആ ഒരു നമ്പർ 10 റോളിൽ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ അസറിനെ പ്ലേസ് ചെയ്യുന്ന ഒരു ഫ്രെയിമും നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണുന്നുണ്ട്. ഇതെല്ലാം പ്ലേയേഴ്സിനെ ഡിഫറൻറ്റ് പൊസിഷൻസിൽ പരീക്ഷിച്ച് നോക്കുന്നതായിട്ട് മാത്രം കണ്ടാൽ മതി. പക്ഷേ അതിൽ നിന്ന് വരുന്ന ചില പോസിബിലിറ്റീസിനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് സംസാരിക്കാനുണ്ട്. ആൻഡ് ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴും നമ്മൾ ആദ്യമേ തന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചൊരു കാര്യം ഫോർമേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. പുതിയ കോച്ചും ഗെയിം സ്റ്റൈലൊക്കെ ആയതുകൊണ്ട് ഫോർമേഷനും അവിടെ വരുന്ന പ്ലേയേഴ്സിൻ്റെ പൊസിഷനിങ്ങും തന്നെയാണ് നമ്മൾ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് രണ്ട് മാച്ചിലും നമുക്ക് രണ്ട് വ്യത്യസ്ത ഫോർമേഷൻസ് ആണ് കൂടുതൽ ടൈമും പ്ലേയേഴ്സിൻ്റെ പൊസിഷൻസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് മാച്ചിൽ ഒരു 4-1-2-3 രണ്ടാമത്തെ മാച്ചിൽ ഒരു 4-2-3-1 ആണ്. ആൻഡ് ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് നമ്മൾ ജസ്റ്റ് ഈ രണ്ട് ഫോർമേഷനും ഈ 4-1-2-3 ഈ 4-2-3-1 ഒന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഈ രണ്ട് ഫോർമേഷൻസും തമ്മിലുള്ളത്. അതിൽ മെയിനായിട്ട് വരുന്നത് മിഡിൽ വരുന്ന ഒരേ ഒരു പ്ലെയറിൻ്റെ പൊസിഷൻ ചേഞ്ച് ആണ്. മിഡിലെ ഈ 3 പ്ലേയേഴ്സിൽ ഒരാൾ സെൻട്രൽ മിഡ് അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ജസ്റ്റ് ഒന്ന് കയറി നിൽക്കുകയാണെങ്കിൽ അഡ്വാൻസ് ചെയ്ത് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന പ്ലേ മേക്കറിനൊപ്പം ഒരു പാരലൽ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഫോർമേഷൻ 4-1-2-3 ആയി. ഇനി അതേ പ്ലെയർ ഒന്ന് ഇറങ്ങി വന്നിട്ട് ആ ഒരു ഡിഫൻസീവ് മിഡിനൊപ്പം പാരലി വന്ന് ഈ സെൻട്രൽ മിഡ് സെൻറ്ററിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ 4-2-3-1 ആയി. സോ ഈ രണ്ട് ഫോർമേഷൻസ് തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസമില്ല. ആൻഡ് ഈ സെൻട്രൽ മിഡ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഒരു ബോക്സ് ടു ബോക്സ് ആയിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം ഒരു ചുമതല വലിയ രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോർമേഷനും ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെ ആ ഒരു മിഡ് ഉറപ്പിക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ തുടക്കത്തിൽ കാണുന്ന ഒരു മിഡ് എന്ന് പറയുന്നത് ഫ്രെഡി ഉണ്ട്, യൊഹിംബ ഉണ്ട്, ലൂണ ഉണ്ട്. അതിൽ ഒരു മെജോറിറ്റി ടൈമിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഓപ്പൺ ആൻഡ് ഹാഫിലാണ് കളി നടക്കുന്നതെങ്കിൽ ഈ യൊഹിംബ ലൂണ ഇവരെ പാരലലി രണ്ടുപേരും ഒരേപോലെയും ഫ്രെഡിയെ ഇവർക്ക് പിറകിലായിട്ട് ഒരു ലോൺലി ഡിഫൻസീവ് മിഡായിട്ടാണ് മെജോറിറ്റി ടൈമിലും നമ്മൾ ഫ്രെയിം പോസ് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. സോ ഈ ഒരു വി ഷേപ്പ് മിഡ് നമുക്ക് ഈ ഒരു മാച്ചിൽ കാണുന്നുണ്ട്. അതേസമയം പന്ത് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഡിഫൻസീവ് ട്രാൻസിഷൻ വരുന്ന ഒരു സീക്വൻസ് ഒരു ചെറിയ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ഈ ലൂണയേക്കാൾ കുറച്ചധികം ഡ്രോപ്പ് ചെയ്യുന്നത് യൊഹിംബയാണ്. അങ്ങനെ വരുമ്പോൾ യൊഹിംബ ഫ്രെഡിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ
വളരെയധികം ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി വരുന്നുണ്ട്. ഇതേ സംഭവം നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിലും ഈ രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആ ഒരു ടൈമിൽ അസർ, ഫ്രെഡ്, സൈഫി 3 പേരെയാണ് മിഡിൽ കാണുന്നത്. സൈഫിനെ നേരത്തെ പറഞ്ഞ ഒരു പൊസിഷൻ ചേഞ്ച് ആയിട്ട് സെന്ററിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് പന്ത് ഈ പറഞ്ഞ പോലെ ഓപ്പണന്റിന്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈഫും അതുപോലെ തന്നെ ഫ്രെഡിയും ഏകദേശം അടുത്തായിട്ട് അല്ലെങ്കിൽ പാരലി തന്നെയാണ് അവർ പൊസിഷൻ ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം പന്ത് റിക്കവർ ചെയ്യുന്നുണ്ട്. പന്ത് റിക്കവർ ചെയ്ത് അറ്റാക്കിലേക്ക് പോകുമ്പോൾ അസറിനൊപ്പം ഏറ്റവും അധികം അഡ്വാൻസ് ചെയ്ത് പോകുന്നത് സൈഫ് ഒറ്റക്കാണ്. അവിടെ അസറും സൈഫും പാരലി വരുന്നുണ്ട്, ഫ്രെഡി ഒറ്റക്കാണ് നിൽക്കുന്നത്. ഇത്തരത്തിൽ ആ ഒരു പന്ത് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു ലൂണയ്ക്കൊപ്പം യോഹിംബയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു നമ്പർ 10 റോളിൽ കളിക്കുന്ന പ്ലെയറിനൊപ്പം ഒരു സെന്റർ മിഡ് കൂടി പാരലി ജോയിൻ ചെയ്ത് ഡിഫൻസീവ് മിഡ് ലോൺലി ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ നിരന്തരമായിട്ട് ഈ 3 മാച്ചുകളിൽ കാണുന്നുണ്ട്. സോ ഈ 3 മാച്ച് ടോട്ടൽ എടുക്കുമ്പോൾ ഒരു സമ്മറി എന്ന രീതിയിൽ അല്ലെങ്കിൽ നിലവിലെ ഈ 3 മാച്ചുകളിൽ എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ളത് നമ്മുടെ ഡിഫൻസും അതുപോലെ തന്നെ മുന്നേറ്റം നിരയാണ്. ഡിഫൻസ് ഫോർമൻ ഡിഫൻസ് ആണ്. അതിൽ 2 സെന്റർ ബാക്കും 2 ഫുൾ ബാക്കും ഉണ്ട്. അറ്റാക്കിലേക്ക് ഒരാണെന്നുണ്ടെങ്കിൽ 3 പേരടങ്ങുന്ന അറ്റാക്ക്, അതിൽ സെന്റർ ഫോർവേഡും 2 വിങ്ങേഴ്സ് ഉണ്ട്. ഈ മിഡിലാണ് ചേഞ്ചസ് വരുന്നത്. മിഡിലേക്ക് വരുമ്പോൾ ഒരു പ്ലേ മേക്കർ, ഒരു ക്രിയേറ്റീവായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറുടെ സാന്നിധ്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഡിസ്ട്രോയർ അല്ലെങ്കിൽ ഒരു DMF ഡിഫൻസീവ് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റുന്ന രീതിയിലൊരു പ്ലെയർ ഉണ്ടാവും. അവർക്കൊപ്പം ഒരു സെന്റർ മിഡ്. ആ ഒരു പ്ലെയറിന് ഒരു ബോക്സ് ടു ബോക്സ് കളിക്കാൻ പറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചധികം എഫേർട്ട് ഇട്ട് അറ്റാക്കിലും ഡിഫൻസിലും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഈ വി ഷേപ്പും അതുപോലെ തന്നെ ട്രയാങ്കുലർ ഷേപ്പും മാറി മാറി ഡിഫൻസീവ് ട്രാൻസിഷനിലേക്ക് വരുമ്പോൾ ഡിഫൻസിൽ ഈ ഒരു പ്ലെയറിന്റെ സപ്പോർട്ട് ഉണ്ടാവും. അറ്റാക്കിലേക്ക് പോകുമ്പോൾ പ്ലേ മേക്കറിനും ഈ ഒരു പ്ലെയറിന്റെ സപ്പോർട്ട് കിട്ടും. അത്തരത്തിലൊരു രീതിയാണ് നിലവിൽ ഈ കോച്ച് ഉപയോഗിക്കാൻ ശ്രമിച്ചതെന്നാണ് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് ഇനി ഈ ഒരു മാച്ചിൽ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ടാക്ടിക്കൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞ നോവ സദോവിനെ സെന്റർ ഫോർവേഡ് കളിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അവിടെ ഫ്രണ്ടിലായിട്ട് ഒരു സെന്റർ ഫോർവേഡ് റോളാണ് നോവയ്ക്ക് കൊടുക്കുന്നതെങ്കിലും നമ്മൾ പിന്നീട് പല സിറ്റുവേഷൻസിൽ റൈറ്റിലും ലെഫ്റ്റിലും ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെ നോവയെ കാണുന്നുണ്ട്. ഒരു ഫ്രീ റോളാണ് അവിടെ നിൽക്കുമ്പോഴും നോവയ്ക്കുള്ളത്. നോവ ഈ പറഞ്ഞ FC ഗോവയിൽ സെന്റർ ഫോർവേഡ് കളിക്കുമ്പോഴും ഇത്തരത്തിലൊരു ഫ്ലെക്സിബിലിറ്റി അതിന്റെ പോസിഷനിങ്ങിൽ ഉണ്ടാവാറുണ്ട്. ആൻഡ് ഇങ്ങനെ നോവ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്ലെയറിനെ സെന്റർ ഫോർവേഡ് കളിപ്പിക്കുമ്പോൾ ഫോൾസ് മാൻ കളിക്കുന്ന രീതിയിലുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് ഇവിടെ തുറന്നു കിട്ടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു മാച്ചിൽ ഒരു ഗോൾ സ്കോറിംഗ് സിറ്റുവേഷനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഫോൾസ് മാൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നോവയുടെ സെന്റർ ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഗെയിം സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന രീതിയിലല്ലാതെ വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ട് ഇറങ്ങിയും സ്പേസ് കണ്ടെത്തി മാറി നിന്നൊക്കെ പന്ത് വാങ്ങിക്കാൻ ആഗ്രഹം കാണിക്കുന്ന ഒരു പ്ലെയറാണ്. സോ ഇതുകൊണ്ട് നോവയ്ക്കും ടീമിന് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ 2 സെന്റർ ബാക്കിന്റെ ഇടയിൽ പെട്ടുപോകുന്നതും അതുപോലെ തന്നെ ആ ഒരു ലൈനിൽ പെട്ടുപോകുന്നതും ഒഴിവാക്കാൻ സാധിക്കും. സോ ഇതുപോലെ ഡ്രോപ്പ് ചെയ്തിട്ട് ഡിഫൻഡേഴ്സിനെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് റൺസിലൂടെ പന്ത് റിസീവ് ചെയ്യാനുള്ള ചാൻസസ് അതിന് കിട്ടും. അങ്ങനെ ഒരു ചാൻസിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മാച്ചിലെ ആദ്യത്തെ ഗോള് നോവയുടെ അസിസ്റ്റിൽ വരുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ പന്ത് റിക്കവർ ചെയ്യുമ്പോൾ നോവയുടെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ സെന്റർ ഫോർവേഡ് നിൽക്കുന്ന രീതിയിലേ അല്ല അദ്ദേഹം നിൽക്കുന്നത്. ഡ്രോപ്പ് ചെയ്ത് അതും സെന്ററിലും അല്ല അതുപോലെ തന്നെ ആ ഒരു ലൈനിലും അല്ല എന്ന രീതിയിൽ ഒരു വിങ്ങിലേക്ക് നീങ്ങിയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ നേരത്തെ പോലെ 2 സെന്റർ ബാക്കിന്റെ പിടിയിൽ നിന്ന് ഒഴിവാകാനും പറ്റി. അതുപോലെ തന്നെ ഒരു ലൈനിൽ ലോക്കായി പോകുന്ന ഒരു സിറ്റുവേഷനും ലൈനിൽ വെറുതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനും അതിനെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റണ്ണിലൂടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റണ്ണിലൂടെ അതിന് ഫ്രണ്ടിൽ പന്ത് റിസീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ആ ബോൾ അദ്ദേഹം ഇൻസൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഐമൻ അത് കണക്റ്റും ചെയ്യുന്നുണ്ട്. ഇതേ രീതിയിൽ മറ്റൊരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് രാഹുൽ ഒരു പന്ത് കൊടുക്കുമ്പോഴും ഇതേപോലെ തന്നെ ലൈനിലോ അല്ലെങ്കിൽ സെന്റർ ബാക്കിനോ ഒപ്പമോ അല്ലാതെ നിൽക്കുന്നത് ഡ്രോപ്പ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ പന്തുമായിട്ട് തന്നെ അദ്ദേഹത്തിന് അകത്തേക്ക് കയറി പോകാനുള്ള ഈ ഇടിച്ച് കയറി അകത്തേക്ക് ചെന്ന് ഒരു ക്രോസ് അകത്തേക്ക് കൊടുക്കാനുള്ള മറ്റൊരു ഓപ്ഷനും അതിന് കിട്ടുന്നുണ്ട്. ഇനി ഈ മൂവ്മെന്റിനൊപ്പം തന്നെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വിച്ചിങ്. ഈ നോവ ഇങ്ങനെ ഒഴുകി നടക്കുമ്പോൾ അദ്ദേഹം ചെന്നുപെടുന്ന പൊസിഷനിലുള്ള പ്ലെയറിനെ സ്വിച്ച് ചെയ്ത് നോവയുടെ പോസ്റ്റിലേക്ക് വരാനും അവിടെയും ഡിഫൻഡേഴ്സിനെ കൺഫ്യൂസ് ആക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു മാച്ചിൽ അത്തരം സ്വിച്ചിങ്ങിൽ ഏറ്റവും അധികം കാണുന്നത് ലൂണ നോവ സ്വിച്ചിങ് ആണ്. ലൂണയ്ക്കായിരിക്കും ഏറ്റവും അധികം ഇപ്പോൾ നോവ ഇറങ്ങിപ്പോവാണെന്നുണ്ടെങ്കിൽ നോവയ്ക്ക് തൊട്ട് പിന്നിൽ നിൽക്കുന്നത് ലൂണയാണ്. സോ നോവ ഇറങ്ങിപ്പോകുന്ന ഗ്യാപ്പിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നത് ലൂണയ്ക്കാണ്. അങ്ങനെ നോവ ഇറങ്ങിപ്പോകുമ്പോഴോ നോവ പൊസിഷൻ ഇല്ലാത്തപ്പോഴോ ലൂണ ഫ്രണ്ടിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ 1-2 സിറ്റുവേഷൻസിൽ കാണുന്നുണ്ട്. സോ ഇത് ലൂണയ്ക്കും ബെനിഫിറ്റ് ആണ്. ലൂണയ്ക്ക് ആ ഒരു ഫ്രണ്ടിൽ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും അതേസമയം ഈ പറഞ്ഞ ഡിഫൻഡേഴ്സിന്റെ മാർക്കിങ്ങിൽ നിന്ന് 2 പേർക്കും മറികടക്കാനുള്ള ഒരു ഓപ്ഷനും കിട്ടും. മറ്റൊരു സിറ്റുവേഷനിൽ നോവ വിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ രാഹുലിനെ അവിടെ സെന്ററിൽ കാണുന്നുണ്ട്. സോ ഇതുപോലുള്ള സ്വിച്ചിങ് പ്ലേയേഴ്സിന്റെ പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴും മാർക്കിങ്ങിനെ ആരെ മാർക്ക് ചെയ്യണം അത്തരം ഒരു കൺഫ്യൂഷൻ ഓപ്പൺ ടീമിന് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. സോ അത്തരത്തിൽ നോവയെ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കറിനെ ഫോൾസ് നയൻ എന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ചില അറ്റാക്കിംഗ് പോസിബിലിറ്റീസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു മാച്ചിലും നമ്മൾ വിങ്ങേഴ്സിനെ യൂസ് ചെയ്തിട്ടുള്ള അത്തരം ഒരു ഗെയിം സ്റ്റൈലിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഈ വിങ്ങേഴ്സ് ക്രോസുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 2 സെന്റർ ഫോർവേഡിനേക്കാൾ കൂടുതൽ പ്ലേയേഴ്സിനെ ബോക്സിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ചിലയിടങ്ങളിൽ നമ്മളൊരു മാച്ച് കണ്ടപ്പോൾ സ്പോട്ട് ചെയ്തൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു വിങ്ങർ ബോക്സിനകത്തേക്ക് ഒരു പാസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4-4-2 2 സ്ട്രൈക്കേഴ്സ് ആയിരിക്കും ആ ഒരു ബോക്സിനകത്ത് അവൈലബിൾ ആവാൻ മിക്ക സമയത്ത് ഉണ്ടാവുക. പക്ഷേ ഇവിടെ നമുക്കൊരു വിങ്ങർ ക്രോസ് കൊടുക്കുമ്പോൾ ആ ഒരു സെന്റർ ഫോർവേഡ്
ഫോർവേഡ്, വിങ്ങർ പ്ലസ് അവർക്ക് പിന്നുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഈ 3 പേർക്കും ബോക്സിനകത്തേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് പല സിറ്റുവേഷനിലും നോവ ഇതുപോലെ വിങ്ങിലേക്ക് പോയിട്ട് ക്രോസ് കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള വിങ്ങറിന് ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് പോലെ 1-2 സിറ്റുവേഷൻസിൽ കണ്ടിരുന്നു. ഇത് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് നോവ ക്രോസ് കൊടുക്കുന്ന രീതിയിലാണ്. അപ്പുറത്തെ സൈഡിൽ നിന്നും അത്തരത്തിലുള്ള ബോളുകൾ വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോവക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസസും കിട്ടും. അത് ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല, എന്നാലും നമ്മൾ ഹൈലൈറ്റ്സ് കാണുമ്പോൾ അത്തരം മൂവ്മെന്റ്സ് കാണുന്നില്ല. സോ വിങ്ങിൽ നിന്ന് ക്രോസുകൾ വരുമ്പോൾ കൂടുതൽ പ്ലേയേഴ്സിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് ബോക്സിൽ കിട്ടുമെന്നുള്ളതും മറ്റേ വിങ്ങറിന് ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നുള്ളതും ഈ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ വിങ്ങേഴ്സ് പ്ലസ് സെന്റർ ഫോർവേഡ് പ്ലസ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആ ഒരു ഫോർമേഷൻ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു അറ്റാക്കിംഗ് പോസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ പ്ലേ സിറ്റുവേഷൻ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു മാച്ചിലും ഒരു സെറ്റ് പീസ് ഗോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ മാച്ചിൽ നമുക്കൊരു സെറ്റ് പീസ് ഗോൾ ഉണ്ടായിരുന്നു. ആ സെറ്റ് പീസ് ഗോൾ കൃത്യമായി പ്ലാൻ ചെയ്തെടുത്തത് എങ്ങനെയാണെന്നുള്ളതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സിമിലർലി അതേപോലെ തന്നെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഫ്രീ കിക്ക് നമ്മൾ ഈ ഒരു മാച്ചിൽ കാണുന്നുണ്ട്. അതിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ 4ാമത്തെ ഗോൾ സൈഫ് സ്കോർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തോന്നിക്കുന്ന എന്നാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെറ്റ് പീസാണ് ആ ഒരു ഫ്രീ കിക്കിൽ ബ്ലാസ്റ്റേഴ്സ് എടുക്കുന്നത്. സന്ദീപ് സിംഗ്, പെപ്ര, സൈഫ് 3 പാസിൽ നമുക്ക് ആ ഒരു ഗോൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. സോ സെറ്റ് പീസ് ഗോളുകൾ അല്ലെങ്കിൽ സെറ്റ് പീസുകൾ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ചും ഹോപ്പ് തരുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഈ ഒരു വീഡിയോയിലും ഓപ്പൺ ടീമിന്റെ അറ്റാക്സിനെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ മൂവ്മെന്റ്സിനെ പറ്റിയോ ഒന്നും അധികം കാണുന്നില്ല. ആൻഡ് വന്നിട്ടുള്ള ഒരു ഗോൾ നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് ലൂണയുടെ ഒരു മിസ് പാസിൽ നിന്നാണ് ആ ഒരു ഗോൾ ബ്ലാസ്റ്റേഴ്സ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ഓവറോളായിട്ട് നോക്കുമ്പോൾ ഈ ഒരു മാച്ചിൽ 4 ഗോൾ അടിച്ചിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് നോവയുടെ ആദ്യത്തെ അസിസ്റ്റ് കാണാൻ സാധിച്ചു. മുഹമ്മദ് ഏമന്റെ ഫസ്റ്റ് ഗോൾ കണ്ടു. അതുപോലെ തന്നെ അമാവിയുടെ ആ ഒരു ഗോൾ പിന്നിൽ ഒരു സൈഡിൽ നോവ കളിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നും കോൺട്രിബ്യൂഷൻ വരേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. സോ അത് അമവിയ ഒരു ഗോളിലൂടെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ രാഹുലിന്റെ ഒരു പ്രീ അസിസ്റ്റും ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് 2 സൈഡിലെ വിങ്ങേഴ്സിൽ നിന്നും ആ ഒരു കോൺട്രിബ്യൂഷൻ വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ പെപ്ര അദ്ദേഹം 1 ഗോളും 2 അസിസ്റ്റും ഈ ഒരു മാച്ചിൽ കൊടുത്തിട്ടുണ്ട്. സോ അതും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. സൈഫ് തുടർച്ചയുള്ള 2ാമത്തെ മാച്ചിലും ഗോളും കണ്ടെത്തിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്ന ഒരു പെർഫോമൻസും ഗോളുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വീക്ക്നെസ്സുകളെ പറ്റിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാണാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മറച്ച് തന്നെയാണ് അവർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും വരുന്ന മാച്ചുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡ്യൂറൻ കപ്പിലൊക്കെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മാച്ചിനെ പറ്റി സംസാരിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ എന്തായാലും ഈ 3 മാച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതല്ലാതെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.